ഞാൻ പറഞ്ഞത് സംസ്കാരത്തിന്റെ വ്യത്യാസമാണ്. ഇത് ഈ 2009 കഞ്ഞിക്കുഴി ഓർത്തഡോക്സുകാര് ഒരു സംഘം ആളുകളെ മെത്രാൻ വേഷം ധരിപ്പിക്കുന്ന വാഴ്ച എന്നാണ് അവർ പറയുന്നത്, വാഴ്ച ചടങ്ങ് നടത്തി. ഈ വാഴ്ച ചടങ്ങിനോട് അനുബന്ധിച്ച് മെത്രാൻ കക്ഷിക്കാരുടെ ഒരു പോർട്ടലിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഈ നവ അഭിഷിക്തന്മാരുടെ എല്ലാം കൂടെ ഒരു ഇന്റർവ്യൂ. അപ്പോൾ ഓരോ മെത്രാൻ സ്ഥാനാർത്ഥികളും നിശ്ചിത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. അപ്പൊ അത് ഉത്തരം പറഞ്ഞപ്പോ ഇന്ന് കോട്ടയം ഭദ്രാസനത്തിന്റെ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ മെത്രാച്ചനാണ് യൂഹാനോൻ മാർ ദിയസ്കോറോസ്. അദ്ദേഹം കൊല്ലം പണിക്കര് കുടുംബത്തിൽപ്പെട്ട, അതുകൊണ്ട് പണിക്കര് മെത്രാൻ എന്നൊരു ഓമന പേര് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഈ പണിക്കര് മെത്രാനോട് ഈ സാങ്കല്പികമായ കുറെ ചോദ്യങ്ങളാണ്, നിശ്ചിത ചോദ്യങ്ങളാണ്. എല്ലാ മെത്രാന്മാർക്കും സെയിം ക്വസ്റ്റ്യനർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ പണിക്കര് മെത്രാൻ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെങ്ങനെയാണ്, പണിക്കര് മെത്രാൻ എല്ലാവർക്കും ഉള്ള ചോദ്യം ഇതാണ്: നിങ്ങൾ ഇരിക്കുന്ന മുറിയിലേക്ക് അപ്രതീക്ഷിതമായി അന്ത്യോക്യൻ പാത്രിയർക്കീസ് കടന്നു വന്നാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? തികച്ചും സാങ്കല്പികമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറ്റ് മെത്രാൻ സ്ഥാനാർത്ഥികളൊക്കെ ഒരുമാതിരി മറുപടിയൊക്കെ കൊടുത്തു. പക്ഷേ പണിക്കര് മെത്രാന്റെ മറുപടി ഇതാണ്: ഞാൻ ഗെറ്റ് ഔട്ട് എന്ന് പറയും. ഈ പണിക്കര് മെത്രാൻ പറഞ്ഞാണ്. അത് അക്കാലത്ത് സാമൂഹിക മാധ്യമത്തിലൊക്കെ ചർച്ചയായിരുന്നു. യാക്കോബാക്കാരുടെ ഒരു പത്രം വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞ പത്രം അന്നത് വലിയ പ്രാധാന്യത്തിൽ ആ വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്ത നിങ്ങൾക്ക് ഇപ്പൊ കാണാം. അത് ഇവരിങ്ങനെ വെരി റവറന്റ് ഗെറ്റ് ഔട്ട് പണിക്കർ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവരുടെ ഒരു മനോഭാവമാണ്. ഇപ്പൊ പാത്രിയർക്കീസുമാരുടെ ആവട്ടെ, മർദീനിലെയോ മുസൂളിലെയോ ഹോംസിലെയോ മെത്രാന്മാരുടെയോ റംബാന്മാരുടെയോ ഷെമ്മാശന്മാരുടെയോ ഒക്കെ മനോഭാവമാകട്ടെ, ഇത് ഈ കഞ്ഞിക്കുഴിക്കാരുടെ ഇതിൽ നിന്ന് തികച്ചും തീർത്തും വ്യത്യസ്തമാണ്. അവര് അവിടെ ചെല്ലുന്ന അതിഥികളെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ആദരിക്കുകയും സഹകരിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതിന്റെ തെളിവ് ഇവരുടെ പുസ്തകത്തിൽ തന്നെയുണ്ട്. അപ്പൊ ഇത് ഇവരുടെ ഒരു പതിവാണ്. ഇവര് ഈ രീതിയിൽ മാത്രമാണ് പെരുമാറുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഗീവറീസ് ദിദിയന്റെ കാര്യം നമ്മൾ കേട്ടല്ലോ. അപ്പൊ ഇതിനോടനുബന്ധിച്ച് ഞാൻ ഈ മറ്റൊരു ഇത് വായിച്ചതാണ്. ഈ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ, ഈ 2009 തന്നെ അമേരിക്ക സന്ദർശിച്ച തോമസ് പ്രഥമൻ ബാവ, കാലം ചെയ്ത ശ്രേഷ്ഠ തോമസ് പ്രഥമൻ ബാവ അമേരിക്ക സന്ദർശിച്ചപ്പം ഇവിടെ ന്യൂയോർക്കിൽ ഒരു ഇന്റർവ്യൂ നടത്തി. അദ്ദേഹത്തോട് അന്ന് ഈ വിവാദം കത്തിപ്പടർന്ന് ഗെറ്റ് ഔട്ട് എന്നുള്ള കാര്യം അങ്ങനെ വളരെ പ്രസക്തമായിട്ട് നിൽക്കുമ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്ത ആള് ഈ തോമസ് പ്രഥമൻ ബാവയോട് ചോദിച്ചു, ബാവ തിരുമേനി എതിർപക്ഷത്തെ കാതോലിക്ക അങ്ങ് അപ്രതീക്ഷിതമായിട്ട് കണ്ടാൽ എന്തായിരിക്കും അങ്ങയുടെ ഒരു മറുപടി, എന്തായിരിക്കും എന്ന്, പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പം ഈ തോമസ് പ്രഥമൻ ബാവ പറഞ്ഞു, ഞാൻ വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും അദ്ദേഹത്തെ സ്വീകരിക്കും, അദ്ദേഹത്തെ സൽക്കരിക്കും, വളരെ സ്നേഹത്തോടെ യാത്രയാക്കും എന്ന് തോമസ് പ്രഥമൻ ബാവ മറുപടി പറഞ്ഞു. തോമസ് പ്രഥമൻ ബാവ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്, 3ാം ക്ലാസ്സുകാരനാണ്, അഞ്ചലോട്ടക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പേജുകളിൽ സ്ഥിരമായിട്ട് കളിയാക്കാറുണ്ട്. പക്ഷേ എന്തില്ലെങ്കിലും അദ്ദേഹത്തിന് സംസ്കാരം ഉണ്ടായിരുന്നു. അതാണ് വ്യത്യാസം. ഇവിടെ ഡോക്ടറേറ്റ് ഉള്ള പണിക്കര് പറഞ്ഞത് ഗെറ്റ് ഔട്ട് എന്ന് പറയും, പാത്രികീസ് സ്വാഹ ഞാൻ കണ്ടാൽ ഗെറ്റ് ഔട്ട് എന്ന് പറയും. അത്രയും മാനസിക വികാസമേ ഈ കൂട്ടർക്കുള്ളൂ. പക്ഷേ മറ്റേ ആൾക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും വിശാലമായ ഒരു ഹൃദയം, മാനവികമായ ഒരു ദർശനം, ഒരു മൂല്യബോധം ഒക്കെ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ തുടർന്ന് ഇതിനോടനുബന്ധിച്ച് തോമസ് പ്രഥമൻ ബാവ പറയുന്നുണ്ട്, എതിർപക്ഷത്തെ കാതോലിക്ക യെരൂശലേമിൽ ചെന്നപ്പോ നമ്മുടെ മർക്കോസിന്റെ മാളിക മുറിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പൊ യെരൂശലേമിന്റെ ചുമതലയുള്ള മെത്രാച്ചൻ എന്നെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ, അതെ, അപ്പോ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് കുർബാന ചൊല്ലിപ്പിച്ചിട്ട് അയക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ഓർക്കണം, ഈ തർക്കങ്ങളുള്ള സമയത്ത് യെരൂശലേമിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അവസാനമായി അത്താഴം നടത്തിയ മാളിക മുറി സുറിയാനി സഭയുടെ കൈവശമാണ്. അത് 3 ലൊക്കേഷൻ അത് അവകാശപ്പെടുന്നുണ്ട്. 3 ലൊക്കേഷനെ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ലൊക്കേഷൻ, ഏറ്റവും ചരിത്രപരമായി കൃത്യമായിട്ട് കർത്താവിന്റെ അത്താഴം നടന്ന സ്ഥലം എന്ന് പറയുന്നത് സുറിയാനി സഭയുടെ കയ്യിലിരിക്കുന്ന മാളിക മുറിയാണ്. ആ മാളിക മുറിയിൽ ഒരു കുർബാന അർപ്പിക്കാൻ എതിർപക്ഷത്തെ കാതോലിക്ക യെരൂശലേമിൽ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ
അങ്ങനെ ആവട്ടെ, അദ്ദേഹം അവിടെ കുർബാന അർപ്പിക്കട്ടെ എന്ന് തോമസ് പ്രഥമ ബാവ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിരോധം വെക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു വിരോധം വെക്കാറില്ല. അങ്ങനെ വിരോധത്തോടെ പെരുമാറുന്നത് ഈ പറഞ്ഞ സുറിയാനിക്കാരുടെ ഒരു രീതിയല്ല, സുറിയാനി സഭയുടെ കറയില്ലാത്ത പൗരോഹിത്യം ഉള്ള യാക്കോബായക്കാരുടെയും രീതിയല്ല. യാക്കോബായക്കാരും അങ്ങനെ സൗമ്യതയോടെയും സ്നേഹത്തോടെയും പെരുമാറും.